ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയെ വിചാരണ കോടതിയിൽ യഥാസമയം ഹാജരാക്കാനായില്ലെന്ന് ഹൈക്കോടതി. മറ്റെല്ലാ നടപടിക്രമങ്ങളും SIT പാലിച്ചിട്ടുണ്ടെന്നും കോടതി. പങ്കജ് ഭണ്ഡാരിയുടെ ജാമ്യാപേക്ഷാ ഹർജി തള്ളിയ ഉത്തരവിലാണ് കോടതിയുടെ നിരീക്ഷണം. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് ചേരുന്നു. വിഷ്ണു, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? തന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും ചട്ടങ്ങൾ പാലിച്ചില്ല എന്നും അതുകൊണ്ട് കസ്റ്റഡിയിലുള്ള തന്നെ വിടണമെന്നും ആവശ്യപ്പെട്ടാണ് പങ്കജ് ഭണ്ഡാരി ഹൈക്കോടതിയെ സമീപിച്ചത്. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഹൈക്കോടതി അതിൽ പങ്കജിന്റെ ഹർജി തള്ളുകയും ചെയ്തിരുന്നു. അതിലാണ് ഇപ്പോൾ കോടതിയുടെ നിരീക്ഷണം. പങ്കജ് ഭണ്ഡാരിയെ വിചാരണ കോടതിയിൽ ഹാജരാക്കുന്നത് യഥാസമയമല്ല എന്ന് കോടതി പറയുന്നു. പക്ഷേ അത് യാത്രാസമയമാണ് അതിന് തടസ്സമായി വന്നതെന്ന് കോടതിയെ നിരീക്ഷിക്കുന്നു. അതുകൊണ്ട് അറസ്റ്റ് നിയമവിരുദ്ധമല്ല എന്ന് പറയുന്നത് ഇതൊരു കാരണമായി കണക്കാക്കാനാകില്ല. മറ്റ് എല്ലാ നടപടിക്രമങ്ങളും SIT കൃത്യമായി പാലിച്ചിട്ടുണ്ട് എന്നാണ് കോടതിയുടെ നിരീക്ഷണം. ഇന്ന് ഈ പങ്കജ് ഭണ്ഡാരിയുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവിൽ SITക്കെതിരെ മറ്റു വിമർശനങ്ങളൊന്നുമില്ല. ഇതിൽ ഈ അറസ്റ്റിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ ഗ്രൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള പരാമർശങ്ങൾ മാത്രമാണ് ജസ്റ്റിസ് A ബദറുദ്ദീന്റെ വിധി പകർപ്പിലുള്ളത്. ദിലീപ്, സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയെ വിചാരണ കോടതിയിൽ യഥാസമയം ഹാജരാക്കാനായില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.